എവരിവൺ, സോ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരം എപ്പോഴും 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ആരും ഇത് മിസ് ചെയ്യരുത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സാം ടൈമൊക്കെ അടുത്തു. ഇനി നിങ്ങൾ പിന്നെ വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പോഴേ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് റിവിഷന് കുറച്ചും കൂടെ സമയം കിട്ടും. അപ്പം ഏറ്റവും കൂടുതൽ സ്ഥിരമായിട്ട് ക്രിസ്മസ് എക്സാമിനും മെയിൻ എക്സാമിനും ഒക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ നമ്മൾ കുറേ ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 4 മാർക്സിന് സ്ഥിരം വരുന്ന ഓപ്ഷനിലായിരിക്കും, എന്നാലും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പം ഇത് നല്ല നീറ്റായിട്ട് പഠിക്കുവാണെങ്കിൽ നന്നായിട്ട് എഴുതി വെച്ച് നല്ല ഫുൾ മാർക്സ് 4 മാർക്സ് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. അപ്പം നമുക്ക് പല ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് റെസ്പോൺസിബിൾ ആവേണ്ടി ആരുടെ അടുത്താണ്? ഫസ്റ്റ് വൺ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഓണേഴ്സ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തും ഓണേഴ്സിൻ്റെ അടുത്തും എങ്ങനെയാണ് അവർ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എൻവയൺമെൻറ്റ് അടുത്താണെങ്കിൽ നമ്മൾ എന്താണ് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പർ ആക്കുക. ഇതൊക്കെ നമുക്ക് എൻവയൺമെൻറ്റിനോട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സും ഓണേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഷെയർ ഹോൾഡേഴ്സിനെയും ഓണേഴ്സിൻ്റെ അടുത്തും എന്തൊക്കെ കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബിസിനസ് എന്റർപ്രൈസ് ഹാസ് റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് എ ഫെയർ റിട്ടേൺ ടു ദി ഷെയർ ഹോൾഡർ ഓർ ഓണർ അല്ലേ. അവർക്ക് ഒരു ഫെയർ റിട്ടേൺ കൊടുക്കുക. കാരണം ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവരാണ് കൊടുക്കുന്നത്. ഈ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഓണർ ആണ് ഈ ഐഡിയ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് അതിന് പറ്റിയ ഒരു ഫെയർ റിട്ടേൺ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ടു ദെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടു എൻഷുർ ദി സേഫ്റ്റി ഓഫ് സച്ച് ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് ഇത് സേഫ് ആണ് എന്നുള്ളൊരു അഷുറൻസ് കൊടുക്കുക. ആർക്കാണ് കൊടുക്കേണ്ടത്? ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ അവർക്ക് അതിന് വേണ്ടിയുള്ള ഒരു ഫെയർ റിട്ടേൺ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവർ ചെയ്തിരിക്കുന്ന ഈ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണെന്നുള്ള ഒരു വിചാരം അവർക്ക് കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെസ്പോൺസിബിൾ ആവേണ്ടത്. രണ്ടാമത്തെയാണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് വർക്കേഴ്സ്. ജോലി ചെയ്യുന്ന ആൾക്കാരോട് എന്തൊക്കെയാണ് റെസ്പോൺസിബിൾ ആവേണ്ടത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ വർക്കേഴ്സ് ഫോർ മീനിങ് ഫുൾ വർക്ക് അല്ലേ. അവർക്ക് നന്നായിട്ട് അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റികൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നല്ല വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക. അവരുടെ ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള വർക്കുകൾ അസൈൻ ചെയ്യുക. ആൻഡ് ദ വർക്കേഴ്സ് മസ്റ്റ് ഓൾസോ ബി എൻഷുർഡ് ഫോർ ഫെയർ വേജ് അല്ലെ. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ചുള്ള ഒരു ശമ്പളം നമുക്ക് കിട്ടുക എന്നുള്ളത്. ഫെയർ വേജ് നമുക്ക് ആവശ്യമാണ്. ആൻഡ് ഫെയർ ഡീൽ ഫ്രം ദി മാനേജ്മെന്റ്. ഓക്കെ, മാനേജ്മെന്റിൽ നിന്ന് ഫെയർ ഡീൽ ആൻഡ് ഫെയർ വേജ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അടുത്താണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ, കൺസ്യൂമർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരെ പറ്റിക്കുക എന്ന് പറയുന്ന അത്ര ഫെയർ ആയിട്ടുള്ള കാര്യമല്ല അല്ലെ. അവർക്ക് പറഞ്ഞിരിക്കുന്ന പോലത്തെ എമൗണ്ടിൽ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് പ്രിക്വേഷൻ അഗെയിൻസ്റ്റ് അഡൾട്രേഷൻ, പുവർ ക്വാളിറ്റി, ലാക്ക് ഓഫ് ഡിസയർ സർവീസ് ആൻഡ് കോർട്ടസി ടു കസ്റ്റമേഴ്സ്, മിസ്ലീഡിങ് ആൻഡ് ഡിസോണസ്റ്റ് അഡ്വർടൈസ്മെന്റ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതിനകത്ത് കുറേയൊക്കെ നമ്മൾ ഈ നമ്മുടെ കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെന്റിൽ നമ്മൾ കാണുന്നതാണ് ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്. അതൊന്നും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കാതിരിക്കുക. പിന്നെ അവർക്ക് വേണ്ട സർവീസ് കൃത്യസമയത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുക. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കുക അല്ലേ. അപ്പോൾ അവർ അത്രയും പൈസ മുടക്കി ചെയ്യുന്ന അല്ലെങ്കിൽ പൈസ മുടക്കി മേടിക്കുന്ന ഒരു സാധനമാണ്. അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ദി മസ്റ്റ് ഓൾസോ ഹാവ് ദ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ് അല്ലേ. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയുള്ള റൈറ്റും അവർക്കുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കൺസ്യൂമേഴ്സിന് നമുക്ക് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി. നാലാമത്തെയാണ്, ലാസ്റ്റ് പോയിന്റ് ആണ്, നാലാമത്തെയാണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദി ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഗവൺമെന്റും കമ്മ്യൂണിറ്റിയും ഒക്കെയാണ് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരുക്കുന്നതായിക്കോട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ടാക്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. നമ്മുടെ ഗവൺമെന്റിന് ടാക്സ് പ്രൊവൈഡ് ചെയ്യണം. വി ഷുഡ് പേ ടാക്സ് റെഗുലർലി ആൻഡ് ഓണസ്റ്റ്ലി അല്ലെ. നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ടാക്സ് പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് മസ്റ്റ് ബിഹേവ് ആസ് എ ഗുഡ് സിറ്റിസൺ ആൻഡ് ആക്ട് അക്കോർഡിംഗ് ടു വെൽ ആക്സെപ്റ്റഡ് വാല്യൂസ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റി തന്നെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമേ ഒരു ഗുഡ് സിറ്റിസൺ ആയിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ 4 പോയിന്റ്സ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. അപ്പം ഇത് അറിയാൻ വയ്യാത്തവർ പെട്ടെന്ന് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഇത് അറിയത്തില്ലായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫ്രണ്ടിന് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പം ബാക്കി ക്ലാസ്സുകളിൽ വെച്ച് കാണാം. ബൈ.